ഏറ്റവും പുതിയ ഡിസൈനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ, ഏറ്റവും മികച്ച ഓഫറുകൾ. ഓൺലി അറ്റ് റിഗാലിയ ഗോൾഡൻ ഡയമണ്ട്, ചാവക്കാട്. ശ്രീരാമസേനയിൽ നിന്ന് രാജിവെച്ച സംസ്ഥാന ഓർഗനൈസറെയും അമ്മയെയും സംഘടനാ പ്രവർത്തകർ വീട്ടിൽ കയറി തല്ലി. തൃശൂർ വടക്കാഞ്ചേരി പനമരം സ്വദേശി രഞ്ജിത്തിനും കുടുംബത്തിനുമാണ് മർദ്ദനമേറ്റത്. രഞ്ജിത്തിന്റെ പല്ല് ഇടിച്ചു പൊട്ടിച്ച അക്രമികൾ മാതാവിന്റെ കൈയും തല്ലിയൊടിച്ചു. ശ്രീരാമസേന പ്രവർത്തകർക്കെതിരെ ഫേസ്ബുക്കിൽ ലൈവ് വീഡിയോ ഇട്ടതാണ് പ്രകോപനത്തിന് കാരണമായത്. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ആക്രമണം. രഞ്ജിത്തിനെയും കുടുംബത്തെയും ഒരു സംഘം ശ്രീരാമസേന പ്രവർത്തകർ വീട് കയറി ആക്രമിച്ചുവെന്നാണ് രഞ്ജിത്തിന്റെ പരാതി. രാത്രി 10:30 വീട്ടിലെത്തിയ സംഘം രഞ്ജിത്തിനെയും അമ്മ ശാന്തിയെയും 14 വയസ്സുള്ള മകളെയും മർദ്ദിച്ചു. സംഘടനയിൽ നിന്ന് രാജിവെച്ചതും ശ്രീരാമസേനയുടെ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്തതുമാണ് അക്രമത്തിന് കാരണമെന്ന് രഞ്ജിത്ത് പറഞ്ഞു. തുടർന്ന് സംഘടനയുടെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ച് രഞ്ജിത്ത് ഫേസ്ബുക്കിൽ ലൈവ് വീഡിയോയും പോസ്റ്റ് ചെയ്തു. ഇതിൽ പ്രകോപിതരായാണ് ശ്രീരാമസേന പ്രവർത്തകർ തന്നെ മർദ്ദിച്ചതെന്ന് രഞ്ജിത്ത് പറയുന്നു. ആക്രമണത്തിൽ രഞ്ജിത്തിന്റെ 2 പല്ലുകൾ പൊട്ടിയിട്ടുണ്ട്. അമ്മ ശാന്തയുടെ കൈ ആക്രമണത്തിൽ ഒടിഞ്ഞു. പരിക്കേറ്റ ഇരുവരെയും പോലീസ് എത്തിയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. 13 വർഷം ശ്രീരാമസേനയിൽ പ്രവർത്തിച്ചയാളാണ് രഞ്ജിത്ത്. സംഭവത്തിൽ വടക്കാഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 1.5 മാസം മുമ്പ് ഈ ശ്രീരാമസേന എന്ന് പറഞ്ഞുള്ള സംഘടനയിൽ നിന്ന് രാജിവെച്ചിട്ടുണ്ടായിരുന്നു. രാജിവെച്ചതിന് തുടർന്നുണ്ടായ പ്രശ്നങ്ങളിലാണ് നമുക്ക് ഈ ദാരുണമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായി. കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം രാത്രി ഒരു 10:30 കൂടിയിട്ട് ഒരു സംഘം ആളുകൾ വീട്ടിൽ കയറി ഇവിടെ വന്ന് എൻ്റെ അമ്മയും എൻ്റെ മകളും കൂടി ഇവിടെ ഇരിക്കുകയായിരുന്നു. ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഇവർ വന്ന് എന്നെ അന്വേഷിക്കുകയും അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മകൾ ചോദിച്ചു ആരാണ് എന്താണെന്ന് ചോദിച്ച സമയത്ത് അത് നിൻ്റെ അച്ഛനോട് പറഞ്ഞോളാന്ന് പറഞ്ഞിട്ട് എൻ്റെ മകളെ തള്ളി മാറ്റിയിട്ട് ഇവർ ഇറങ്ങി വന്നു. അപ്പോൾ ഇവിടെ ഒച്ചയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ വീടിൻ്റെ അകത്ത് കിടക്കുകയായിരുന്നു. അകത്തുനിന്ന് ഇറങ്ങി വന്നപാട് ഇവരടി തുടങ്ങി. ഇവർ 3 പേരും അടിച്ച് എന്നെ അടിക്കുന്നതിന് തടയാൻ വന്ന എൻ്റെ അമ്മേൻ്റെ കൈ തല്ലി ഒടിച്ചു വരും. എൻ്റെ മകൾ 14 വയസ്സുള്ളൂ. അവൾ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റിൻ്റെ കമാൻഡറാണ്. കഴിഞ്ഞ ആഴ്ച തന്നെ അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളൂ. ആ കൊച്ചിൻ്റെ മുടി പിടിച്ച് വലിച്ച് ആ കൊച്ചിനെ അനാവശ്യമായിട്ട് പറയുകയും കൊച്ചിനെ തലയ്ക്ക് വടിക്കടിച്ചിട്ട് കൊച്ചി ഫിക്സ് വന്ന പോലെ ഇവിടെ കിടന്ന് വട്ടം കറങ്ങായിരുന്നു, ഒന്നും തിരിയാത്ത പോലെ. അങ്ങനെ അന്ന് രാത്രി തന്നെ ആൾക്കാർ ഓടിക്കൂടിക്കഴിഞ്ഞപ്പോൾ ഇവർ ഓടിപ്പോവുകയാണ് ചെയ്തത്. അന്ന് രാത്രി തന്നെ വടക്കാഞ്ചേരി പോലീസുകാർ വന്നിട്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ട് അഡ്മിറ്റ് ആക്കുന്നതും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതിവിടെ അവരിൽ വടികളുണ്ടായിരുന്നു. പിന്നെ പോരാത്തതിന് ഇവിടെ തന്നെ അത്യാവശ്യം വടികളും കാര്യങ്ങളും കിടക്കുന്നുണ്ട്. അതൊക്കെ എടുത്തിട്ടാണ് ഇവർ നമ്മളെ ആക്രമിച്ചത്. എൻ്റെ മുൻവശത്ത് പല്ലടിച്ച് പൊട്ടിച്ചു, മകളുടെ അമ്മയുടെ കൈ തല്ലി ഒടിച്ചു. പിന്നെ അതുപോലെ തന്നെ മകളെ മുടി പിടിച്ച് വലിച്ച് 14 വയസ്സുള്ള കൊച്ചിന്. അപ്പോൾ അങ്ങനെയൊക്കെ ദാരുണമായിട്ടുള്ള സംഭവങ്ങളുണ്ടായി. അപ്പോൾ ഈ സംഭവങ്ങൾ ഉണ്ടാവാനുള്ള കാരണം എന്ന് വെച്ചാൽ ശ്രീരാമസേനേൻ്റെ പോക്ക്, ഞാൻ 13 വർഷമായിട്ട് ആ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഇവരുടെ പോക്ക് ശരിയല്ലാന്ന് തോന്നി. അപ്പോൾ ഇവർക്ക് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക, മറ്റേ പോപ്പുലർ ഫ്രണ്ടിൻ്റെ അതേ രീതി വന്നാൽ മാത്രമേ കേരളത്തിൽ വളരുള്ളൂ എന്നുള്ളൊരു ഇതിലായിരുന്നു ഇവർ നടന്നത്. ശ്രീരാമൻ്റെ പേരും പറഞ്ഞിട്ട് ആ ഒരു പേരും പറഞ്ഞിട്ട് സാമ്പത്തിക ലാഭത്തിന് വേണ്ടി മാത്രമാണ് ഇവർ പ്രവർത്തിക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമ്മളത് ഇവരൊന്ന് ഒഴിവായത്. ഹിന്ദുക്കളെ സാമ്പത്തികമായിട്ട് ഉന്നതിയിലെത്തിക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം പറയുന്നത്. പക്ഷേ ഇവർ സാമ്പത്തികമായിട്ട് ഉന്നതിയിലെത്തുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇവരിപ്പോൾ ഹിന്ദുത്വം പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു. ഇവർ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും ഇവരായിട്ടുള്ള ആളുകളായിട്ടാണ്. അപ്പോൾ ഇതൊരു തട്ടിപ്പാണ് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മളിൽ നിന്ന് ഒഴിവാകുന്നത്. പിന്നെ നമ്മളിത് ഒഴിവാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒഴിവായി കഴിഞ്ഞപ്പോൾ ഞാൻ 2-3 ദിവസം മുന്നേ ഒരു ഫേസ്ബുക്കിൽ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. ഇനി ആത്മഹത്യ അല്ലാണ്ട് എനിക്ക് വേറെ രക്ഷയില്ല. അത്രയും ഹരാസ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ഒരു സംഘടനയിൽ നിന്ന് ഒഴിവായി പോകുന്നതിന് മാനസികമായിട്ട് നമ്മളെ തളർത്തി കളഞ്ഞു. ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞിട്ട് പല അപവാദ പ്രചരണങ്ങളും പറഞ്ഞിട്ട് മാനസികമായിട്ട് ഞാൻ ഫേസ്ബുക്കിൽ ലൈവ് വന്നു. ഞാൻ മരിക്കാൻ പോവാണ്, എൻ്റെ മരണത്തിന് ഉത്തരവാദി ഇന്ന ആളുകളാണെന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവന്മാർക്ക് അത് ഭയങ്കര ഇറിറ്റേഷനായിട്ടാണ് അവർ പിന്നെ വന്നിട്ട് അവർ വന്നത് MDMA ആണോ കഴിച്ചത്, കഞ്ചാവാണോ ഒന്നും അറിയില്ല, ആ രീതിയിൽ ഇവിടെ വന്നിട്ട് ഇതുണ്ട്. അല്ലെങ്കിൽ ഈ 14 വയസ്സുള്ള കൊച്ചിന് ഏതൊരാളാണ് ഈ പ്രായമുള്ള ഒരു അമ്മേനോ തല്ലാണ്, 10-60 വയസ്സുള്ള ഒരു അമ്മേനോ അപമാനിക്കാനൊന്നുമില്ല. ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. പ്രകോപനമായിട്ടുണ്ടായിരുന്നു. അന്താരാഷ്ട്ര നിലവാരമാർന്ന
100% സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ്. ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ്. പ്ലാറ്റിനം പോലെ സിൽവർ. ആളൂക്കാരൻ സിൽവർ ജ്വല്ലറി. ചേറ്റുവ റോഡ്, ചാവക്കാട്. ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി.